മൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വേൾഡ് വൈഡിൽ. അത് നമ്മൾ ഇന്ത്യയിലോട്ട് നോക്കുമ്പം ആണ് ഒരു വർഷം വിറ്റ് മാറുന്നത്. നമ്മൾ കേരളത്തിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വിൽക്കുന്നതിൻ്റെ ഒരു 3% മാത്രമേ സെല്ലിങ് നടക്കുന്നുള്ളൂ. അത് തന്നെ പിന്നെ നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 40 to 50 ഈ 3% കൊല്ലത്തിൻ്റെ ഷെയർ വളരെ കുറവാണ്. എന്നാലും കൊല്ലത്ത് നടക്കുന്ന 40 to 50 കോടിയുടെ ഒരു കച്ചവടമാണ് മൊബൈൽ ഫീൽഡിൽ. എന്നാൽ 2028 ആകുമ്പോൾ നമുക്ക് വലിയൊരു ഡ്രീമുണ്ട്. നമുക്കൊരു 25 സ്റ്റോർ കൊല്ലം ജില്ലയിൽ മൊത്തം ഓപ്പൺ ചെയ്യണമെന്നുള്ളത്. അത് നിങ്ങളെല്ലാവരെയും സഹകരണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് കണക്കല്ല. ഇപ്പോൾ എല്ലാ ആൾക്കാരും മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മാവന്മാർ വരെ 70-80 വയസ്സുള്ള അമ്മാവന്മാർ വരെ ഫോണും കുത്തിയാണ് ഇരിക്കുന്നത്. അല്ലെ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയി. കൊറോണയ്ക്ക് ശേഷം അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ ആയി. പേഴ്സണലൈസ്ഡ് സർവീസാണ് കൊടുക്കുന്നത്. ഇപ്പം ചേട്ടന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, മൊബൈലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടൻ നമ്മുടെ അടുത്ത് പറയാം എന്ത് നീടാണുള്ളത്, ഏത് ടൈപ്പ് ഫോൺ. ഇപ്പോൾ ചേട്ടൻ വിചാരിക്കും ഒരു 50 രൂപയുടെ ഫോൺ വാങ്ങണം, 50,000 രൂപയുടെ. പക്ഷേ ചേട്ടൻ നീട് 25,000 ഫോണാണ്. അന്നേരം നമ്മൾ പറയും അത് 25,000 ഫോൺ വാങ്ങിയാൽ മതിയോ. അത് നമ്മൾ ഒരിക്കലും ചേട്ടനെ കൊണ്ട് 50 രൂപയുടെ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഫോൺ മേടിക്കാൻ പറയത്തില്ല. അതാണ് നമ്മളൊരു പ്രത്യേകത. വേറെ ആൾക്കാരെ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് നോ കോസ്റ്റ് EMI ഉണ്ട്. നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും ചാർജ് ആവില്ല, ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ലോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ചാർജ് ആവും, ടെന്യൂർ ഒത്തിരി കൂടുതൽ കിട്ടും. പിന്നെ നമ്മളെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വേറെ ഒരുപാട് കടകളില്ല. എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് വാങ്ങണമെന്നുള്ളതാണ് ഇത്. നമുക്ക് ഡെയിലി ലക്കി ഡ്രോ എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ട്. നമ്മളെല്ലാ കസ്റ്റമേഴ്സും നമ്മളെ സ്റ്റോറുകളിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ലക്കി ഡ്രോ കൂപ്പൺസ് കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് നമ്മൾ 3-4 കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്ത് ഹെഡ്സെറ്റ്, പിന്നെ ഫ്യൂവൽ വൗച്ചേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രോസറി വൗച്ചർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയി അരി സാധനം മേടിക്കാം. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക് ചിലപ്പോൾ 500 രൂപയുടെ വൗച്ചറായിരിക്കും കിട്ടുന്നത്. കുറച്ച് അരി സാധനം മേടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എത്ര വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ് ചെയ്തു പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് മൊബൈലിൻ്റെ റിപ്പയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിൽ വരുന്നാൽ മതി. നമ്മുടെ ആൾക്കാർ വന്ന് നിങ്ങളുടെ റിപ്പയർ ഫോണുകൾ എടുത്തുകൊണ്ട് പോയി റിപ്പയർ ചെയ്ത് നിങ്ങൾ പറഞ്ഞ ആ സമയത്തിനകത്ത് തന്നെ നമ്മൾ ഡെലിവറി ചെയ്തിട്ട് become an essential mobile phone industry and here to help you stay connected with the newest devices on the market. Beyond profit, I am dedicated to helping people find the right device to enhance their life. ഞാനിതൊന്നും ചെയ്യുന്നത് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, എനിക്ക് ഒരുപാട് പൈസ വേണം, അതിനല്ല. എനിക്ക് ഒരുപാട് ജീവിതങ്ങളിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് മൊബൈലിൻ്റെ. ഇതിനകത്തൂടെ എനിക്ക് പല ലൈഫിൽ ആൾക്കാരുടെ ലൈഫിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു 500 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും.